ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഓങ്കോളജി ICUയുടെ മുന്നിലാണ്. രേണുസുതി നിലവിൽ ICUയിൽ അഡ്മിറ്റാണ്, ശരിയാണ്. പക്ഷേ രേണുവിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ചില ആളുകളുടെ വീഡിയോസ് കാണാനിട വന്നു. രേണു അത്യാസന്ന നിലയിലാണ്. ICUല അതിന്റെ കൗണ്ട് എല്ലാം കുറഞ്ഞ് അതിന് എണീക്കാൻ പറ്റാതെ പരസഹായമില്ലാത്ത ഒരു രീതിയിലും ആ കുട്ടി. ഹായ് ഹലോ നമസ്കാരം. പതിപോലെ പുതിയൊരു വീഡിയോയ്ക്ക് അതോട്ട് എല്ലാ ആളുകൾക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റും കൂടെ ചെയ്തേക്കുക. ഇപ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒത്തിരി പേരിലോട്ട് എത്തും. രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. നമ്മൾ കുറേ കാലമായിട്ട് രേണുവിൻ്റെ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും എടുക്കാറില്ല. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ഒറ്റ വീഡിയോ ഇട്ടതിന് തന്നെ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. ഒരു 5-6 ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ കണ്ടു. അപ്പോൾ അവർ എന്താണ് ഒരു കണ്ടന്റ് കിട്ടാൻ കാത്തിരുന്നതാണോ, അങ്ങനെയാണോ എങ്ങനെയാണോ നിങ്ങൾ നോക്കുക. മറ്റ് ചാനൽസിനെ അപേക്ഷിച്ചിട്ട് ഈ രേണു ചികിത്സ ചെയ്യുന്നത്, കിച്ചണിലാക്കുന്നത്, മുടി വെട്ടിയത്, പിന്നെ വേറെ ആൾക്കാർ അവരെക്കുറിച്ച് പറയുന്നത്, അങ്ങ് പോയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തു വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ല. ഇപ്പം കാര്യമായിട്ടുള്ള ഒരു സാധനം എടുത്തു വെച്ച് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സാധനം എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും കൂടെ കമൻറ്റ് ഇടുക. ഇനി രേണു ICUയിലാണ്, ക്രിട്ടിക്കലാണ്, എന്തോ ഇന്നോ നാളെ എന്തോ സംഭവിച്ചേക്കാം എന്ന രീതിയിൽ ഒത്തിരി പേര് കമൻ്റ് ഇടുന്നതും പിന്നെ തെറ്റായ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ടൊരു യുവാവ് രംഗത്ത് വന്നിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ചില കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നമുക്ക് ദിയാസന എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് കേട്ടേക്കാം. കിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ പല ആൾക്കാരും കിച്ചുവിനെ നെഗറ്റീവ് പറയുന്നുണ്ട്. എന്തോ അവരെ കാണാൻ വേണ്ടി അവൻ വരാത്തതിൽ സങ്കടം കൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ ആ സെൻസിൽ എടുക്കൂ, നിങ്ങൾ ഈ അവസ്ഥയിൽ അവരെ പിച്ച് ചെയ്താതിരിക്കുക, അവിടെ ഉപദ്രവിക്കാതിരിക്കുമെന്ന്. നമ്മളാരും അവരെ ഉപദ്രവിച്ചിട്ടില്ല. എപ്പോഴും സോഷ്യൽ മീഡിയക്കകത്ത് വരുന്ന വീഡിയോസ് എടുത്തു വെച്ച് നമ്മൾ നമ്മുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് മാത്രം. പണ്ടത്തിൽ അപേക്ഷിച്ചിട്ട് ആ സ്ത്രീക്ക് മനസ്സിന് ദുഃഖം വരാത്ത രീതിയിൽ, അവരെ വേദനിപ്പിക്കാത്ത രീതിയിലും മൃദുവായ രീതിയിലാണ് പല ആളുകളും ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതാക്കുക. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ കിച്ചുവിന് സ്വയമില്ലാത്ത അവസ്ഥയാണ്. അവൻ്റെ ഏത് വീഡിയോനെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പേര് ചെന്നിട്ട് നെഗറ്റീവ് കമൻറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നീ അനുഭവിക്കും, അമ്മേൻ്റെ കണ്ണീരിന് വില പറയേണ്ടി വരും എന്ന രീതിയിൽ ഒരു സൈസ് പ്രാക്കാപരായിക്കൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ ആവശ്യത്തിനാണ്? അവൻ അവൻ്റേതായ രീതിയിൽ ജീവിച്ച് പൊക്കോട്ടെ. കാരണം ഇവരാവുന്ന സമയത്ത് അവനോട് ഏതൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനുള്ളത് അവന് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെ ഭാഗം കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇപ്പം അവനോട് അന്ന് നിൻ്റെ അമ്മ അങ്ങനെ ചെയ്തില്ലേ, സാരമില്ല എന്ന് ആശ്വസിപ്പിച്ച ആൾക്കാർ തന്നെയാണ് ഈ രോഗം വന്നിട്ട് നീ അവനെ കാണാൻ പോകാത്തത് മോശമായി പോയി എന്ന് മാറ്റി പറയുന്നത്. അപ്പം അവൻ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനും അവരെ കാണുന്നതിനൊക്കെ ഒരു ഷെല്ലുണ്ടാവും, ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു ടൈം അവന് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവനിങ്ങനെ സോഷ്യൽ മീഡിയക്കകത്തിട്ട് സൈബർ ബുള്ളിങ് ചെയ്യാതിരിക്കും. രേണു പറയുന്ന മാതിരി ഫാമിലി കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ അവൻ എടുത്തിട്ടിട്ട് ഇങ്ങനെ വറുക്കാനോ പൊരിക്കാനോ നിൽക്കുന്നില്ല. അവൻ അവൻ്റേതായ ജോലിയും കാര്യങ്ങളും വർക്കും പിന്നെന്താണ് ഓരോ വ്ളോഗും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവാണ്. ഇന്ന് നമുക്ക് ദിയാസന പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ഹലോ ഗൈസ്, അപ്പോഴേ ഞാനിപ്പോൾ വന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഥയുടെ തുടർക്കഥയായിട്ടല്ല കേട്ടോ. ഞാൻ രേണുസുതിൻ്റെ വിഷയം പറയാൻ വേണ്ടി വന്നതാണ്. സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, വളരെ കഷ്ടമാണ് ആ കൊച്ചിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് അതിനെ ദ്രോഹിക്കാതിരി? നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക, നിങ്ങൾ ദ്രോഹിക്കാതിരി. അതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എന്താണെന്നറിയാമോ? അത് ICUല അതിൻ്റെ കൗണ്ട് എല്ലാം കുറഞ്ഞ് അതിന് എണീക്കാൻ പറ്റാതെ പരസഹായമില്ലാത്ത ഒരു രീതിയിലും ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി കീമോ എടുത്ത് കഴിഞ്ഞ് വന്ന സമയത്തിട്ട ഒരു വീഡിയോ ആണത്. ആ വീഡിയോയിൽ ആ കുട്ടി അതിൻ്റെ വേദന പറഞ്ഞതാണ്. മാത്രമല്ല ഒരുപാട് ആൾക്കാർ അതിനോട് ചോദിക്കുന്നുണ്ട്, അതിനുള്ള റിപ്ലൈ കൊടുത്തതാണ്. അതും ശരിയാണ്, റിപ്ലൈ കൊടുത്തതാണ്, അതൊക്കെ അംഗീകരിക്കുന്നു. അവരവരുടെ അവസ്ഥ പറഞ്ഞതാണ്, അതും അംഗീകരിക്കുന്നു. പക്ഷെ അത് പറയുന്നതിനൊരു രീതി ഉണ്ടായിരുന്നു. കിച്ചു അത്രയും കാലം നോക്കിയ ഒരു മകൻ എന്നെ കാണാൻ വന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കണക്ക് പറച്ചിലും കൂടെ വിസിബിൾ അല്ലേ എന്ന് ദിയാസന ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത്രയും കാലം ഞാൻ നോക്കി, അല്ലെങ്കിൽ അവർക്ക് നോർമലി പറയായിരുന്നു കിച്ചു വന്നിട്ടില്ല. ചോദ്യത്തിനുള്ള മറുപടി ആണെങ്കിൽ കിച്ചു വന്നിട്ടില്ല, അവൻ വരുമായിരിക്കും, വരാത്തതിൽ വിഷമമുണ്ട്, ഒരു ഖേദം പ്രകടിപ്പിക്കായിരുന്നു. അതല്ലാതെ ഒരു സൈബർ ബുള്ളിങ്ങിന് മനഃപൂർവ്വം ഇട്ട് കൊടുക്കുന്നത് പോലെ ഇത്രയും കാലം ഞാൻ 11 വയസ്സ് മുതൽ ഇത്രയും കാലം നോക്കിയൊരു മകനുണ്ട്, അവൻ ഇത്രയും എന്നെ തിരിഞ്ഞു നോക്കിയില്ല, അങ്ങനെ എനിക്ക് എൻ്റെ ഋതപ്പനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ടും അവനെ കുറ്റപ്പെടുത്തുന്ന പോലെ, അവനെ ബ്ലെയിം ചെയ്യുന്ന പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പ് പോകുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു. ഒരു അമ്മയും മകനും തമ്മിലുള്ളതാണ്. കിച്ചുവിൻ്റെ ഇമോഷൻ എന്തായിക്കോട്ടെ അല്ലെങ്കിൽ രേണുവിൻ്റെ ഇമോഷൻ എന്തായിക്കോട്ടെ, അത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അവർ പറയുന്നതിന് ജനങ്ങൾ അതിൻ്റെതായ രീതിയിൽ എടുത്താലും മതി. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ആ സ്ത്രീയെ ഇമാതിരി വേട്ടയാടുന്നത്? അത് അതിൻ്റെ വേദന പറഞ്ഞതാണ്. അത് മനസ്സിലാക്കാനുള്ള കുറച്ചെങ്കിലും ഒരു തലച്ചോറ് നിങ്ങളൊക്കെ ഉപയോഗിക്കും. അതിന് കിച്ചുവിനെ കാണണമെന്നുള്ളതായിരിക്കും അതിൻ്റെ ആഗ്രഹം. പക്ഷെ അത് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വേദന ഇവിടെ ചേർത്താണ് സംസാരിക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ ഇപ്പം അങ്ങനെയാണ്. ഇപ്പം ഈ ദിയ ഇവിടെ വന്നിരുന്നിട്ട് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിലും ബെറ്ററായിട്ട് കിച്ചുവിനെ കോൺടാക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റും. അത്യാവശ്യത്തിന് സെലിബ്രിറ്റി സ്റ്റാറ്റസുകളാണ്, ഇവർ വിചാരിച്ച നമ്പറും കിട്ടും. ആ സ്ഥിതിക്ക് അവനെ നേരിട്ട് വിളിച്ച് മകനെ നിൻ്റെ അമ്മയ്ക്ക് നിന്നെ കാണണമെന്ന ആഗ്രഹമുണ്ട്, ഈ ഒരു അവസ്ഥയിലല്ലേ, പഴയതൊന്നും മനസ്സിലാക്കാതെ ഒരു തവണയെങ്കിലും അവരൊന്ന് പോയി കണ്ട് ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക. ചിലപ്പോൾ നിൻ്റെ ഒരു പ്രസൻസ് ഇത്തിരി സമയം കൊണ്ട് അവർക്കൊരു സമാധാനം കൊടുത്തേക്കാം എന്ന രീതിയിൽ അവനെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടായേനെ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരോട് അങ്ങനെ നിങ്ങൾ പറയരുത് എന്ന് പറയാനാണെങ്കിൽ ജസ്റ്റ് അത് മാത്രം പറഞ്ഞു പോകുമായിരുന്നു. ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരെ നെഗറ്റീവ് പറയുന്ന രീതിയിലും കിച്ചുവിന് വീണ്ടും നെഗറ്റീവ് ഉണ്ടാക്കുന്ന പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്.
അപ്പം അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒരു സുഹൃത്തെന്ന നിലയിൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കിച്ചുവിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, ഒന്ന് പോയി കാണുമോ എന്ന് ചോദിക്കുക. അവൻ്റെ അഭിപ്രായം എന്താണ്, അവനുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് ഇത്രയും കാലം പോവാതിരുന്നത് എന്ന് അവനോട് അവൻ്റേതായ പ്രയാസങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നതായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ. അതെപ്പോഴും എങ്ങനെയൊന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥനയും പാട്ടും ഇങ്ങനെ ജീവിക്കുക, അതിങ്ങനെ ജീവിതം പ്രതിഷേധത്തിന്റെ രീതിയിലേ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ. സഹായിക്കാൻ പോയ മനുഷ്യരെ പോലും നിങ്ങൾ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ സഹായിക്കേണ്ട അതിനെ. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ടോ. സായി സഹായിച്ചതിനെ ഒരുപാട് ട്രോളിയിട്ടും കളിയാക്കിയിട്ടൊക്കെ ഒത്തിരി പേര് വീഡിയോ ചെയ്യുന്നത് കണ്ടു. ഇപ്പോൾ അവർക്ക് ഈ ഒരു അവസ്ഥയിൽ സബ്സ്ക്രിപ്ഷനിൽ ഇങ്ങനെ അനാവശ്യമായ വൃത്തികെട്ട വീഡിയോസ് ഇടുന്നതിലും ബെറ്ററായിട്ട് ഇങ്ങനെ സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരുടെ മുമ്പോട്ട് വന്നിട്ട് സഹായിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്, അല്ലേ? അപ്പം മനസ്സുള്ള ആൾക്കാരും കഴിവുള്ള ആൾക്കാരും അവരെ സഹായിക്കട്ടെ. അതിനിപ്പം അവരെക്കുറിച്ച് ആദ്യം നെഗറ്റീവ് പറഞ്ഞ ആളല്ലേ, നിങ്ങളിപ്പോൾ അവരെ പോയി സഹായിച്ച് നന്മതരം ചമയല്ലേ, അങ്ങനത്തെ ചോദ്യങ്ങളുടെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ഒരുപാട് പണം ചിലവാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആൾക്കാർക്ക് പണം കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ കൊടുക്കട്ടെ. നാളെ കൊടുത്ത ആൾക്കാരെ അവർ തിരിച്ചൊന്നും പറയാതിരുന്നാൽ മാത്രം നല്ലത്. അങ്ങനെ പറയാതിരിക്കട്ടെ. നിങ്ങളെ കയ്യിൽ നിന്ന് 1 രൂപ മുടക്കണ്ട. നിങ്ങളൊക്കെ വിറ്റ് തിന്ന കാശ് വെച്ച് നിങ്ങൾ ജീവിച്ചോ. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ കാശ് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചോ. ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ വിമർശിക്കാനും അവരെയൊക്കെ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാനും. അത് വെച്ചിട്ട് നിങ്ങളെ സ്വൈര്യ ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തിന്നുകുടിക്കാനും ഒക്കെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനും അതിനാണല്ലോ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് പോലും. മനുഷ്യന്റെ മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ ഒന്നും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആ സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അത് നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. ഒരുപാട് സർവൈവേഴ്സ് ആയിട്ടുള്ള, ഒരുപാട് ക്യാൻസർ വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മറ്റു രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ആരും ഉണ്ടാവാതിരിക്കട്ടെ. നമുക്ക് ആർക്കും ഒരു അസുഖം ഉണ്ടാവാതിരിക്കട്ടെ. ഇത് മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. വളരെ സോഫ്റ്റായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ അവരെ വിറ്റ് തിന്ന പൈസ നിങ്ങൾ തിന്നോ എന്ന് പറയുന്നുണ്ട്. രേണുവിന് രോഗം വന്നതിന് ശേഷം മനഃപൂർവ്വം അവരുടെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാത്ത ഒരുപാട് നല്ല നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. അവരും കൂടെ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഇപ്പോഴും അവർ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് എന്ന് ഇവർ പറയുന്നു. എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ആരുടെ നെഗറ്റീവ് പറയുന്ന വീഡിയോസ് കണ്ട് അതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. നേരെ മറിച്ച് ഇവരുടെ കൂട്ടുകാരികൾ തന്നെ രംഗത്ത് വന്ന് സംസാരിക്കുന്നത് കേട്ടിരുന്നു. എന്തോ പൈസ, ഏതോ പെണ്ണുങ്ങൾ പൈസ പിരിച്ചു എന്നോ, അത് എന്താണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങളെന്ന് പറഞ്ഞപ്പോൾ രേണുവിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ശ്രീതും സജീനി ആയതുകൊണ്ട് തന്നെ അവരാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്. അത് ഞങ്ങളല്ല. അങ്ങനെ ആരെയും പിരിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീൻ്റെ വിവരങ്ങളും കാര്യങ്ങളും പുറത്ത് പറയാനുള്ള മാന്യത രേണുവിൻ്റെ ചേച്ചിയൊക്കെ കാണിക്കണം എന്നുള്ളത് അവരവരുടെ വ്ളോഗിലും വീഡിയോസിലൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് കേട്ടോ. അതൊന്നും നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നില്ല. അതൊന്നും എടുത്ത് വെച്ച് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല. അത് അവരുടെ കൂട്ടുകാർ തമ്മിലുള്ള എന്തോ ഒരു ചെറിയ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നം, അത് അവരായിട്ട് തന്നെ പരിഹരിച്ചോട്ടെ. ഈ ഇവിടേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് രോഗം വരുന്നതിന് മുമ്പ് വരെ പല ആൾക്കാരും അവരെടുത്ത് വെച്ചിട്ട് ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം പല രീതിയിൽ റിയാക്ഷൻ വീഡിയോസും ട്രോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ്. അത് അവർ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് അവരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. മനസ്സിലായി? അപ്പോൾ അവരെ വിറ്റ് തിന്നുന്നു, അവരങ്ങോട്ട് ചോര കുടിക്കുന്നു, അങ്ങനെയുള്ള പദപ്രയോഗങ്ങളോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അവൻ്റെ ഇനി രേണു നിൽക്കുന്ന ആശുപത്രിയിൽ നിന്നൊരു യുവാവ് അവരുടെ രോഗാവസ്ഥയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ദിയാസാനിൻ്റെ വീഡിയോ വെച്ചു എന്നേ ഉള്ളൂ. വേറെ ആൾക്കാർ എന്തോ രേണുവിന് ഭയങ്കര ക്രിട്ടിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം. നമസ്കാരം, എൻ്റെ പേര് അൻഷാദ് എന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ സെൻ്ററിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഓങ്കോളജി ICUയുടെ മുന്നിലാണ്. രേണുസുതി നിലവിൽ ICUയിൽ അഡ്മിറ്റാണ്, ശരിയാണ്. പക്ഷേ രേണുവിൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്ന ചില ആളുകളുടെ വീഡിയോസൊക്കെ കാണാനിട വന്നു. രേണു അത്യാസന്ന നിലയിലാണ്. ശരിക്കും അങ്ങനെയൊന്നുമല്ല കാര്യം. ബ്ലഡിലെ കൗണ്ടിൻ്റെ ഇഷ്യൂ ആയിട്ട് അവളെ രാവിലെ വന്നപ്പോൾ ഇവിടെ വാർഡിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ICUയിലേക്ക് ആക്കിയതാണ്. ബ്ലഡിൽ കൗണ്ടിൻ്റെ വ്യത്യാസമുണ്ട്. അല്ലാതെ അവൾക്കൊരു അത്യാസന്ന നിലയിലും അല്ല. എല്ലാവരും പ്രാർത്ഥനകൾ ആവശ്യമുണ്ട്. അവൾ എന്താ പറയുക, അത്യാസന്ന നിലയിൽ എത്തുന്ന ഒരവസ്ഥയിലൊന്നും അല്ല അവളുള്ളത്. കുറച്ച് സമയം ICUയിൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു എന്ന് മേ ബി കൗണ്ട് കറക്റ്റ് ആവുകയാണെങ്കിൽ ഇന്നോ നാളെയൊക്കെ തന്നെയായിട്ട് ICUയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ രേണു അത്യാസന്ന നിലയിലല്ല. തീർച്ചയായിട്ടും രേണു അത്യാസന്ന നിലയിലാണ്, മരണശയ്യയിലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വരുത്താതിരിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്താണ്. കേട്ടല്ലോ. അപ്പം അങ്ങനെ തെറ്റായ ഇൻഫർമേഷൻസും കാര്യങ്ങളും ആരും പറഞ്ഞിട്ട് ഇങ്ങനെ അപവാദ പ്രചരണം പോലെ അനാവശ്യമായിട്ട് അവർക്ക് എന്തോ വയ്യ, ഇല്ലാത്ത അസുഖം വിളിച്ചു കൊണ്ടുവരുന്ന പോലെ വയ്യ, തീരെ വയ്യ, ആവതില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് വെറുതെ സംസാരിക്കാതിരിക്കുക. അവരുടെ രോഗാവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. അവർക്ക് എന്തോ ഒരു കൗണ്ടിൽ എന്തോ വന്ന വേരിയേഷൻ, അവർ ICUയിൽ പ്രവേശിച്ചു, അത് വലിയ കുഴപ്പമൊന്നുമില്ല, കൗണ്ടും കാര്യങ്ങളൊക്കെ നോർമലായാൽ അവർ ICUയിൽ നിന്ന് തിരിച്ചു മാറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അനാവശ്യമായിട്ട് സീരിയസ് അല്ലാത്തൊരാൾക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞാൽ അനാവശ്യ ഹൈപ്പും കാര്യങ്ങളും കൊടുത്തിട്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിലുള്ള ഈ ഒരു സംഭവത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്ത ആൾക്കാർക്ക് വെറുതെ പ്രഷർ കയറ്റി കൊടുക്കാതിരിക്കുക.